ഹായ് ഗൈസ്, വളരെ പവർഫുള്ളായ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാട്ടോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിതിന് മുമ്പിട്ട ഒരു വീഡിയോ അതിലെ വ്യൂവേഴ്സ് കയറുന്നുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ചെയ്ത് എനിക്ക് ഫലം കിട്ടിയ ചില മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മാനിഫെസ്റ്റേഷൻ ജേർണലിസമാണ്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ ഏകദേശം 30 കാര്യങ്ങൾ എനിക്ക് ഇതിനോടകം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ പണം ആയിരിക്കാം, പക്ഷേ ആ പണം ലഭിക്കാനുള്ള സ്രോതസ്സ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ ആയിരിക്കാം. അത് ആ വ്യക്തിയുമായിട്ട് വളരെ അടുപ്പത്തിലുള്ള ആളായിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒരു ജോലിയാകാം, ഇതും നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിന് നമ്മൾ എടുക്കേണ്ട 2 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ഒരു നോട്ട് പുസ്തകമാണ്. രണ്ടാമത്തേത് ഗ്രീൻ കളർ ഒരു പേനയാണ്. ഗ്രീൻ കളർ മഷി ഉപയോഗിച്ച് വേണം നിങ്ങൾ എഴുതാനായിട്ട്. നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുമ്പോൾ 11 പ്രാവശ്യമാണ് എഴുതേണ്ടത്. അത് അക്കമിട്ട് എഴുതണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യം ഒരു ജോലിയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. ആ ജോലിയുടെ പേര് എഴുതിയിട്ട് ഈ ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി യൂണിവേഴ്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ 3 പ്രാവശ്യം താങ്ക് യു എന്നെഴുതുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ വ്യക്തിയുടെ പേരെഴുതുക. ഉദാഹരണത്തിന് ഞാൻ പറയുന്ന പേര് ദിവ്യ എന്നാണ്. ദിവ്യ എനിക്ക് മെസ്സേജ് തന്നതിൽ നന്ദി യൂണിവേഴ്സ് എന്നെഴുതിയിട്ട് അതിൻ്റെ താഴെ താങ്ക് യു എന്ന 3 പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ 11 പ്രാവശ്യം എഴുതുക. 21 ദിവസം നിങ്ങൾ എഴുതി കയ്യിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏകാഗ്രമായിട്ടിരുന്ന് വേണം നമ്മൾ ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ വ്യാപരിക്കാതെ ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ ജോലിയുടെയോ സ്വഭാവ സവിശേഷതയോ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കിത് നടക്കും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. നടന്നു കഴിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നെപ്പോലെ തന്നെ യൂസ് ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക. താങ്ക് യു.